പാർട്ടി വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ടി കെ ഗോവിന്ദനെതിരെ മലപ്പട്ടത്ത് CPM മാർച്ച്. ടി കെ സുലേഖ, PB ഗോപിനാഥ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പരിപാടി. ടി കെ ഗോവിന്ദൻ യൂദാസ് ആണെന്നും മരണം വരെയും മാപ്പില്ലെന്നും അടക്കമുള്ള മുദ്രാവാക്യം യോഗത്തിൽ ഉയർന്നു. ഇങ്ങനെയുള്ള നിരവധി പേർ വളർത്തിയ പ്രസ്ഥാനത്തെ ശത്രുവിന് ഒറ്റിക്കൊടുക്കുന്ന വർഗവഞ്ചകനെ എന്ത് പേരിട്ട് വിളിക്കണം? അതേ ഞങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു. സംസാരിക്കുന്ന സമയത്ത് ഞാൻ പത്രസമ്മേളനം നടത്തും, കാര്യങ്ങൾ പറയും, അപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന് പ്രസംഗിക്കും, വർഗവഞ്ചകനെന്ന് പറയും. അതെല്ലാം നന്നായി അറിയാം. കാരണം അദ്ദേഹം ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച സ്ഥലത്ത് പോയി പ്രസംഗിച്ചയാളാണ് വർഗവഞ്ചകൻ. അത് അനിൽ മയ്യിൽ ഏരിയ സെക്രട്ടറി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ ഒരു സ്ഥലത്തുണ്ടായ അനുഭവത്തെ കുറിച്ച് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറയുകയുണ്ടായി. ആദർശം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത മാഷയെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ സാമൂഹ്യമായ മാധ്യമങ്ങളിലൂടെ വരുന്ന പ്രചരണത്തിന്റെ കാറ്റ് ശക്തിപ്പെടുത്താൻ പരിശ്രമിച്ച അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങ് വേണോ അത് പറയാൻ? കുടുംബാധിപത്യമായിരുന്നോ മുമ്പ് അങ്ങയെ മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോഴും അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോഴും പാർട്ടിയെ നയിച്ചത്? അല്ലല്ലോ. പൊതുപ്രവർത്തനത്തിലുള്ള കഴിവും പ്രാപ്തിയുമാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുമ്പോൾ അങ്ങയെ പ്രസിഡന്റ് ആക്കുമ്പോഴും അങ്ങയുടെ കുടുംബത്തിലുള്ളയാളെ പ്രസിഡന്റ് ആക്കുമ്പോഴും നയിച്ചത്. അതേ മാനദണ്ഡമാണ് ശ്യാമള ടീച്ചറുടെ കാര്യത്തിലും ചെയ്തത്. അടിയന്തരാവസ്ഥയിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എളിയ പ്രവർത്തകയായ ശ്യാമള ടീച്ചർ പിന്നീട് മട്ടന്നൂർ കോളേജിൽ എത്തിയപ്പോ മുദ്രാവാക്യം വിളിയിൽ അതിശയിപ്പിക്കുന്ന ഉച്ചത്തിൽ പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് പോലീസിനെതിരായ പ്രകടനം നടത്തിയതിന്റെ പേരിലല്ലേ ക്രൂരമായി ശ്യാമള ടീച്ചറെയും പി റോസിയെയും പോലീസ് വളഞ്ഞിട്ട് തല്ലിയത്, അന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്? ബിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ബിജേഷ്, ടി കെ ഗോവിന്ദൻ ഉയർത്തിയ ആരോപണങ്ങളെ വർഗവഞ്ചകൻ എന്ന നിലപാട് ഉയർത്തി തള്ളിക്കളയുകയാണ് CPM ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ PK ശ്യാമളയ്ക്കെതിരായ ആരോപണങ്ങളെ MP ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടാണ് PK ശ്യാമളയ്ക്ക് അവിടെ സീറ്റ് ലഭിച്ചത് എന്നായിരുന്നു ടി കെ ഗോവിന്ദൻ ഉയർത്തിയ ഒരു ആരോപണം. അതിനെ PK ശ്യാമളയുടെ രാഷ്ട്രീയ ചരിത്രം ഉയർത്തിക്കൊണ്ടാണ് CPM പ്രതിരോധിക്കുന്നത്. അനിഷ, നേരത്തെ തന്നെ CPMന്റെ പ്രതിരോധം ഇത് തന്നെയായിരുന്നു. അതായത് PK ശ്യാമളയുടെ രാഷ്ട്രീയ ചരിത്രം SFIയിലൂടെ വളർന്നു വന്ന KSYFിലൂടെ വന്ന പിന്നീട് പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിച്ച് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്ന PK ശ്യാമളയുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ടാണ് PK ശ്യാമളയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധം CPM ഉയർത്തുന്നത്. ഒപ്പം തന്നെ PK ഗോവിന്ദനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ CPMന്റെ ശക്തികോട്ടയായിട്ടുള്ള മലപ്പട്ടത്ത് പൊതുയോഗം നടത്തി വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് ടി കെ ഗോവിന്ദൻ നടത്തിയ വർഗവഞ്ചനയെ തുറന്നു കാട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പട്ടം സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പൊതുയോഗം നടക്കുന്നത്. അതിന് തൊട്ടു മുൻപ് വലിയൊരു ബഹുജന പ്രകടനം നടന്നിരുന്നു. ടി കെ ഗോവിന്ദന്റെ മരുമകളും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിട്ടുള്ള ടി കെ സുലേഖ, PV ഗോപിനാഥ്, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPMന്റെ മറ്റ് മുതിർന്ന നേതാക്കളായിട്ടുള്ള P ജയരാജൻ, MV ജയരാജൻ ഇവരുൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനത്തിനൊടുവിലാണ് ഇപ്പോൾ പൊതുയോഗം നടക്കുന്നത്. ഈ വിശദീകരണ യോഗത്തിനകത്ത് ടി കെ ഗോവിന്ദൻ പാർട്ടി വിടുന്നതിന് വേണ്ടി സ്വീകരിച്ച നിലപാടും അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും ഒപ്പം പാർട്ടിയെ അദ്ദേഹം വഞ്ചിച്ചു, ഒറ്റിക്കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബോധ്യം, അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് താൻ നടത്തുന്നതെന്ന് ബോധ്യം കൃത്യമായിട്ടുള്ള ആള് പാർലമെന്ററി വ്യാമോഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്ന് ടി കെ ഗോവിന്ദന്റെ നാട്ടിലെത്തി വിശദീകരിക്കുകയാണ് CPM നേതൃത്വം. അനീഷ. ശരി, ബിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.